Welcome to Dev Creates Highlights. കേരള പിറവി ദിന ചിത്രം. വയലിനടുത്തുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ. പാട്ടൊക്കെ നല്ലൊരു വൈബാണ്. ഒരു പൊറോട്ട. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ Dev Creates. അപ്പം രണ്ടാമത്തെ ചോദിച്ചാണോ എൻ്റെ മുഖം കാണിക്കട്ടെ. ഓ സൂപ്പർ. അറോറ കണക്ക് ഇരിപ്പുണ്ട്. എൻ്റെ അമ്മ പച്ചയാ ചുമ. ഗൈസ്, ഞങ്ങള് ഉമ്മയെന്നല്ലൂരിൽ അങ്ങനെ ഗൈസ് ഞങ്ങളിതാ ഇതുപോലത്തെ നല്ല ഇരുട്ടാണ് ഇവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഗൈസ്. അപ്പം ഞങ്ങൾ വീട്ടിൽ പോകുന്ന ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ Dev Creates. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും Dev Creates. എൻ്റെ പേര് ദേവനന്ദാബി എന്നാണ്. അപ്പം കഷ്ണങ്ങൾ കണ്ടോ. ചില സമയത്ത് പഠിപ്പും നമ്മളെ റിലാക്സ് ചെയ്യും. അത് ശരിയല്ലേ? കുറേ കാൽക്കുലേഷൻസ് അതെടുത്ത് നോട്ട്സ് കിട്ടണം. ഈ ഹെച്ച് ടേബിൾ എടുത്ത് വെക്കട്ടെ. ടൈം ടേബിളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞ് ഞാനിപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഇന്നത്തെ എൻ്റെ വീഡിയോ കുറേ ദിവസത്തെ വീഡിയോസ് കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. പിന്നുണ്ടല്ലോ എൻ്റെ ഫസ്റ്റ് ക്രിസ്മസ് മന്ത് വീഡിയോസും ഞാൻ എല്ലാ ഡിസംബർ വീക്കിലും ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യും. ഫുൾ ഓഫ് ഫൺ ക്വിസസ്, ഡിസംബർ റിലേറ്റഡായിട്ടുള്ള സ്റ്റോറീസ്, ഗെയിംസ് എല്ലാമായിരിക്കും. അപ്പോൾ എല്ലാവരും അത് കാണണേ. അപ്പം ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ Dev Creates. അപ്പം ഇന്ന് ഞങ്ങളിവിടെ ഇരിക്കുകയാണ്. ഇതൊരു വയലിൻ്റെ സൈഡാണ്. നല്ല ഭംഗിയുള്ളൊരു വയലാണ്. അതിൻ്റെ അറ്റത്തോട്ടൊന്നും പോകണ്ട. പാട്ടൊക്കെ ഇരിക്കുന്നത് നല്ലൊരു വയലാണ്. ഈ വയൽ കണ്ട എന്ത് വൈബുള്ള വയലെന്നുണ്ട്. ഭയങ്കര ഒരു പ്രത്യേക ഒരു പ്രകൃതി രമണീയമായിരിക്കുകയാണ്. കണ്ട അവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറും ഒരു നല്ലൊരു സ്ഥലമാണത്. നിങ്ങളെല്ലാവരും അവിടെ പോകണം. എനിക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെട്ടു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് വോയിസ് ഓവർ ചെയ്യേണ്ടെന്നാണ് വിചാരിച്ച ഈ വീഡിയോ. കാരണം ഈ അറ്റ്മോസ്ഫിയർ, ഈ ഒരു റിയാലിറ്റി, ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടണം, അതാണ്. പക്ഷേ പാട്ടൊക്കെ അത് ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ കോപ്പിറൈറ്റ് വന്നാലെന്ന് വെച്ചിട്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. കാരണം കോപ്പിറൈറ്റ് വരത്തില്ലെങ്കിൽ കൊള്ളാം. അപ്പം നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യും. നല്ല സ്ഥലം ഇത് കാണണേ. തന്നെ ഇവിടെ ഫുൾ ഡേ സ്പെൻഡ് ആക്കാൻ തോന്നും. അത്രയ്ക്ക് ഭംഗിയാണ്. ഒരു മൈൻഡ് സാറ്റിസ്ഫൈങ് കാഴ്ച. ബ്യൂട്ടിഫുൾ ലൈഫ്. ഓ സൂപ്പർ. അറോറ കണക്ക് ഇരിപ്പുണ്ട്. എൻ്റെ അമ്മ പച്ചയാ ചുമപ്പും. ഒരു കാഴ്ച അസാധ്യമാണ്. ബാക്കിൽ നോക്ക്. ഞാൻ മാക്സിമം ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ അടുത്തുള്ള വീട്ടുകാർക്കൊക്കെ എന്ത് രസമായിരിക്കില്ലേ ഡെയിലി. ഓക്കെ, ആ വഴി കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്ട്രെയിറ്റ് ഇങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വീടുകൾ ഒത്തിരി ഇവിടെ ഉണ്ട് ഇല്ലേ. കൊള്ളാം. അങ്ങനെ ഇങ്ങനെ പോകാൻ ഇതൊരു
ഈ സ്ഥലം കുറച്ച് പ്രകൃതി രമണീയമായ ലൈവ്ലി ആയിട്ടുള്ള സ്ഥലമാണ്. കണ്ട സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? എന്തോ പേരെനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടിയില്ല. എനിക്കിനിയിപ്പം ഓർമ്മ കിട്ടിയാണെങ്കിൽ ഞാൻ വോയിസ് ഓവറിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓർമ്മ കിട്ടിയാണെങ്കിൽ ഞാൻ വോയിസ് ഓവർ ഇപ്പം കിട്ടി. ഉമയനല്ലൂർ. താങ്ക്സ് അമ്മ. കണ്ട എന്താ പോച്ചയും പച്ചപ്പും. ഞാൻ പിന്നെയും ഒത്തിരി വയൽ കാണിക്കുന്നത് എന്താണെന്നറിയാമേ, കാരണം അത്രയ്ക്ക് ഭംഗിയുണ്ട്. കണ്ണ് മനസ്സ് നിറയുന്നൊരു കാഴ്ചയാണ്. അതാണ് നിങ്ങളെ ഒത്തിരി ഇങ്ങനെ കാണിക്കുന്നത്. എനിക്കും അത് കണ്ടിട്ട് വീഡിയോ എടുക്കാൻ നല്ല എന്താ പറയുക, ഒരു എനർജി തോന്നി. അങ്ങനെ എടുത്ത് അവിടെ ഒരു നല്ല രസം വണ്ടിയുണ്ട്. എന്നാൽ അതായത് ഉൾക്കാടുമല്ല, എന്നാൽ വണ്ടിയും ഉണ്ട്. പക്ഷേ ഭയങ്കര പ്രകൃതി രമണീയവുമാണ്. എന്താണ് സൂപ്പർ സ്ഥലം, മസ്റ്റ് വിസിറ്റ്. നല്ല വ്യൂ ആണ് ഇവിടെ. പാമ്പാ ഇപ്പൊ ചിലപ്പോ നല്ല അങ്ങോട്ടായിരുന്നു. ഇവിടെ വ്യൂ അല്ല, വെട്ടം കുറവാണ്. യൂട്യൂബ് വീഡിയോ കട്ട് ചെയ്തില്ല, വെറുതെ ഒരു രസം ഇല്ലേ? ഇതൊക്കെയല്ലേ ചുമ്മാ ഒരു ഫൺ. ഇതെനിക്ക് അപ്പം തോന്നിയ ഐഡിയയാണ്. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പം ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ചുമ്മാ വെറുതെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫണ്ണിന് വേണ്ടി. നല്ല രസമായിരുന്നു അവിടെ കളിച്ചൊക്കെ നടക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവിടെ ഫുള്ള് പാട്ടാണ്. കുറേ പണ്ടത്തെ 90s കുറേ പാട്ടൊക്കെ ഇട്ടായിരുന്നു. അതാ ഞാൻ നല്ലൂരിലൊരു ജംഗ്ഷനിലെത്തിയിട്ടുണ്ട്. കണ്ട ഇവിടെ നല്ല തിരക്കാണ്, ഒത്തിരി വണ്ടികളും നല്ല ലൈറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നേരെ പോവാണ്. എൻ്റെ മുകളിൽ ഒരു ഹൈവേ പോലുണ്ട്. അപ്പം ഹൈവേ തന്നെയാണ് ഇത് ആക്ച്വലി. അങ്ങനെ ഗൈസ്, അപ്പോൾ ദാണ്ടേ സൽവ ചിക്കൻ. ദാണ്ടേ ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് ചിക്കനുണ്ട്. ചിക്കനും പിന്നെ പുറത്തുനിന്ന് വാങ്ങിച്ച ചപ്പാത്തിനി ചൂടാക്കി എടുക്കണം. സുപ്രീമിൽ നിന്ന് വാങ്ങിച്ച ചപ്പാത്തി ചിക്കനും കൂടെ വെച്ചതാ. ദാണ്ട് സുപ്രീം നൗ ആൻഡ് ദെൻ. ഈ സുപ്രീം അല്ല, വേറെ ഈ സുപ്രീമിൻ്റെ തന്നെ വേറൊരു ബ്രാഞ്ചിൽ നിന്ന് വാങ്ങിച്ച. അങ്ങനെ ഗൈസ്, ഞങ്ങളിതാ ഇതുപോലത്തെ അടുത്തൊരു ജംഗ്ഷൻ പോലൊരു കൊട്ടിയത്തെത്തി. ഇതിപ്പം ആര്യാസൊക്കെ കഴിഞ്ഞ് ഇതാണ്ട് ഹോട്ടൽ ബ്രൈറ്റൊക്കെ ഉണ്ട്. ഇവിടെ ഒത്തിരി കടകളുണ്ട്. അത് മാത്രമല്ല, ഇവിടെയാണ് മെയിനായിട്ട് ചെറിയ ചെറിയ ബ്ലോക്സൊക്കെ വരുന്നത്. ചില സമയത്ത് വലിയ ബ്ലോക്സാണ്. പിന്നെ ആ വഴി പോകുമ്പം കിങ്സ് സ്കൂൾ എത്തും. ആ വഴിയല്ല, അപ്പുറത്താണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ പണ്ടത്തെ സ്കൂളായിരുന്നു. അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് ബൂട്ട്സ് ആൻഡ് ഫാൻസീസ് ഒക്കെ കഴിഞ്ഞ് ഈ സ്ഥലം നല്ല രസമാണ്. കുറച്ച് തിരക്കുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ എന്ന് വെച്ചാൽ കുറേ കടകളുണ്ട്. ബർച്ചിപ്സ്, രാജകുമാരി, കളേഴ്സ്, എല്ലാം ഉണ്ട്. ഞാൻ എൻ്റെ പുതിയ ബാഗ് ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്.
രാജകുമാരി. ഇത് രാജകുമാരി ഇതിനിടയ്ക്ക് അവിടെ കുറേ തമാശകൾ നടക്കുന്നായിരുന്നു. ഫുള്ള് തമാശയായിരുന്നു. അതൊക്കെ നിങ്ങൾ കാണാമായിരുന്നു. ഞാൻ കുറച്ച് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. നല്ല രസമായിരുന്നു. അങ്ങനെ ഗായ്സ്, അപ്പം ഇതടുത്തൊരു ജംഗ്ഷനായി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടാ. അപ്പം അടുത്തൊരു ജംഗ്ഷനായി. ഇതാണ്ട് ഇവിടെ തവാഫ് മഹൽ എന്ന് പറഞ്ഞൊരു ഫുഡ് ഹോട്ടലുണ്ട്. തവാഫ് മന്തിയാണ് ഗൈസ്, മഹളല്ല. നല്ല ഇരുട്ടാണ് ഇവിടെ. ഇപ്പോൾ ഓൾമോസ്റ്റ് സമയം 6:25 ആയി. 6:25 ആയിട്ടും നല്ല ഇരുട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ലൈവ്ലി ഔട്ട്സൈഡ്. എന്നെ കാണാൻ നല്ല ഇരുട്ടാണ്, നിങ്ങൾക്ക് കാണാൻ പാടാണല്ലേ. ഇപ്പോൾ ഓക്കെയാണോ? ഭയങ്കര പാടാ ഗായ്സ്. അപ്പം ഞങ്ങൾ വീട്ടിൽ പോകുന്ന വഴിയാണ്. അപ്പം വഴി കണ്ട എല്ലാവരും വിചാരിക്കും ഭയങ്കര ഒരു ഇടുങ്ങിയൊരു ഇടവഴിയെന്ന്. പക്ഷെ ഇടവഴിയല്ല ഇത്, ജസ്റ്റ് ഇതുകൊണ്ട് അതാണ് മെയിൻ റോഡ്. രാവിലെ ആകുമ്പോൾ കാണിച്ചാൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് മെയിൻ റോഡ്. അവിടുന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് പോലും വേണ്ട, ഒന്ന് അകത്ത് കയറുമ്പോൾ ഞങ്ങളുടെ റെൻ്റൽ ഹൗസ് എത്തി. another day. ആക്ച്വലി ഞാനിവിടെ പിന്നെയും രണ്ടാമത്തെ ഇൻട്രോ അടിക്കായിരുന്നു, ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോഴങ്ങനെ തീരുമാനിച്ച ഒറ്റ വീഡിയോ ഇടാം. അതുകൊണ്ട് ഇൻട്രോ എന്നിട്ട് നിങ്ങൾക്ക് oops. ഈ ദിവസത്തെ എനിക്കൊന്ന് ഫുള്ളി ഞാൻ ഫുഡിൻ്റെയൊക്കെയാണ് ഇട്ടേക്കുന്നത്. അപ്പം അടുത്ത ദിവസത്തെ എന്താണെന്ന് ഞാൻ നോക്കട്ടെ. എന്നിട്ട് ഡ്യൂറേഷനൊക്കെ അനുസരിച്ച് എത്ര ദിവസത്തെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യാന്നൊക്കെ അനുസരിച്ച് വേണം എനിക്ക് യൂട്യൂബിലിടാനേ. അപ്പം മിക്കവാറും 3 ദിവസത്തെ ആയിരിക്കും ഞാൻ ഇടുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. സ്വാഗതം. അപ്പം ഞങ്ങൾ പാപ്പാജി റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ്. ഞങ്ങളുടെ ഒരു ലഞ്ച് കഴിക്കാൻ വേണ്ടി. ഇപ്പം 1:52 ആയിട്ടുണ്ട്. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വർക്കലയിലുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് പാപ്പാജി. ഇവിടെ ഞങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട്. നല്ല ഫുഡാണ്. ഇവിടെ ഇതൊരു പ്യുവർ നോൺ വെജിറ്റേറിയൻ ഹോട്ടലാണ്. വെജിറ്റേറിയനും ഉണ്ട്. മെനു തുറക്കുമ്പോൾ തന്നെ ഫുള്ള് ചിക്കൻ്റെ പടമാണ്. ചിക്കൻ ലോലിപോപ്പ്, ചിക്കൻ നഗറ്റ്സ്, ഫിഷ് ഫിംഗർ, പിന്നെ ഷേക്കിൻ്റെ ഒക്കെ ഉണ്ട്. അങ്ങനെ ഗൈസ് നല്ല ചൂട് പൊറോട്ടയും ചൂട് ചിക്കനും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ചപ്പാത്തിയും കഴിക്കാൻ നാക്കി വെള്ളം ഉരുട്ട് കഴിയാം. അപ്പം നമുക്കിത് കഴിക്കാം. വാ. നല്ല ചൂടുണ്ടല്ലേ.
my dance practice. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. സോ സ്റ്റേ ട്യൂൺ ടിൽ ദെൻ. താങ്ക് യു.